പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി വരാൻ പോകുന്ന LDC, LGS, LP-UP എക്സാമുകളിലായിട്ട് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 25 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാൻ അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാൻ അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 30 ആണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാൻ അവകാശം നൽകുന്നത്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഉത്തരം 86-ാം ഭേദഗതി പ്രകാരമാണ് മൗലികാവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശമായി മാറിയത്. അടുത്ത ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 21A പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, ഏത് ഭേദഗതി അനുസരിച്ചിട്ടാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്തത്? ഏത് ഭേദഗതി അനുസരിച്ചിട്ടാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്തത്? ഉത്തരം 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, എന്ത് അധികാരത്തോടെ എന്നർത്ഥത്തിൽ വരുന്ന റിട്ട് ഏതാണ്? എന്ത് അധികാരത്തോടെ എന്നർത്ഥത്തിൽ വരുന്ന റിട്ട് ഏതാണ്? ഉത്തരം കോ വാറന്റോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് എത്ര രീതിയിലുള്ള മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് എത്ര രീതിയിലുള്ള മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? ഉത്തരം 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നത്. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 21 മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണ്? ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണ്? ഉത്തരം സ്വത്തവകാശമാണ്. സ്വത്തവകാശമാണ് ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പദവികൾ നിർത്തലാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പദവികൾ നിർത്തലാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 18 പദവികൾ നിർത്തലാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, അയിത്ത നിർമ്മാർജ്ജനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അടുത്ത ചോദ്യം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 21. അടുത്ത ചോദ്യം, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനഃനവീകരണം നടത്തിയ ആർട്ടിക്കിൾ ഏതാണ്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനഃനവീകരണം നടത്തിയ ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 17. അടുത്ത ചോദ്യം, മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 19 മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റി പരാമർശിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 19 6 തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ അവകാശമാണ് 19A അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിലാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിനെ പറ്റി പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഉത്തരം മൗലികാവകാശങ്ങളെ പറ്റിയിട്ടാണ് 3-ാം ഭാഗത്തിൽ പരാമർശിക്കുന്നത്. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഏത് മൗലികാവകാശങ്ങളെക്കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നത്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഏത് മൗലികാവകാശങ്ങളെക്കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നത്? ഉത്തരം
മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്നത്. അടുത്ത ചോദ്യം, സ്വത്തവകാശങ്ങളെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം മൊറാർജി ദേശായിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീക്കം ചെയ്ത സമയത്തെ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത് താഴെ കൊടുത്തവയിൽ ഏതാണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത് താഴെ കൊടുത്തവയിൽ ഏതാണ്? ഉത്തരം ബാലവേലയാണ് ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ഉത്തരം അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടനയുടെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന ഭാഗം പരാമർശിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് മൗലികാവകാശത്തെ പറ്റിയിട്ടാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് മൗലികാവകാശത്തെ പറ്റിയിട്ടാണ്? ഉത്തരം ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, കരുതൽ തടങ്കൽ, കരുതൽ അറസ്റ്റ് എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? കരുതൽ തടങ്കൽ, കരുതൽ അറസ്റ്റ് എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കൽ, കരുതൽ അറസ്റ്റ് എന്നിവയെപ്പറ്റി പറയുന്നത്. അടുത്ത ചോദ്യം, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞത് ഏത് വർഷത്തിലാണ്? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത് ഏത് വർഷമാണ്? ഉത്തരം 1978 സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടത്. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് താഴെ കൊടുത്തവയിൽ ആരാണ്? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, ഭരണഘടനയുടെ 19ാം അനുച്ഛേദം പൗരാവകാശത്തെ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ 19ാം അനുച്ഛേദം പൗരാവകാശത്തെ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? ഉത്തരം 6 തരംതിരിച്ചിരിക്കുന്നത്. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് PSC മുൻവർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള 25 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഭരണഘടനയിലെ ആമുഖവും അതേപോലെ മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും PSC എടുത്തു പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളാണ്. സിലബസിലുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുപരി ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ നമ്മളെല്ലാവരും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.